ഹായ് ഹലോ നമസ്കാരം. ഞങ്ങളിപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള കൊടികുത്തിമലയിലാണ്. ഞാനും പ്രിയ സുഹൃത്തായിട്ടുള്ള അമീറുമാണ് വന്നിട്ടുള്ളത്. ഇത് പെരിന്തൽമണ്ണിൽ നിന്നും അമ്മിനിക്കാട് എന്ന സ്ഥലത്ത് നിന്ന് ഇടതുവശത്തേക്കാണ്. അത് പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് അമ്മിനിക്കാട് എന്നുള്ളൊരു ചെറിയൊരു അങ്ങാടി കാണും. അവിടെ നിന്ന് ഇടത് ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ കൊടികുത്തിമല എക്കോ ടൂറിസത്തിലേക്ക് എത്താം. കിടിലം വ്യൂ ആണ്, ഞാൻ കാണിച്ചു തരാം. എൻട്രി ഫീസായിട്ട് 40 രൂപ പെർ പേഴ്സൺ ആണ് വരുന്നത്. പിന്നെ ക്യാമറയ്ക്ക് 150 രൂപ. ക്യാമറ കൊണ്ടുവരുന്നവർക്ക് മാത്രമാണ് 150 രൂപ, അല്ലാതെ വെറും 40 രൂപ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ടോട്ടൽ 230 രൂപയായി. ഫസ്റ്റ് എൻട്രി കഴിഞ്ഞ ഉടനെ തന്നെ കാണുന്ന ഒരു മതിലാണിത്. ഈ ചുറ്റുമതിലിൽ തീർത്ത ശില്പങ്ങളും പിന്നെ ഇതിൻ്റെ ചരിത്ര വഴികൾ. പിന്നെ മുകളിലേക്ക് കയറിയാൽ ഇതിൻ്റെ പൂർണ്ണ രൂപം ഒരു ഫ്ലക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മല കയറാൻ തുടങ്ങി. ഇതൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പെട്ട സ്ഥലമാണെങ്കിലും ഇവിടെ വന്യജീവി ആക്രമണങ്ങളോ മറ്റൊന്നുമില്ല. ഇവിടെ ആകെയുള്ളത് മലമ്പാമ്പ്, അതുപോലെ തന്നെ കീരിയൻ, ചെറിയ ചെറിയ ജീവികൾ മാത്രമേ ഉള്ളൂ. മഴക്കാലമായതിൽ തന്നെ നല്ല കാറ്റ് വീശുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം മല കയറാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് വ്യൂ പോയിന്റുകളുണ്ട്. അങ്ങനെ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. ഇതാണ് ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ്. നല്ല കിടിലം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്ഥലമാണ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും മുകളിലോട്ട് പോയി. പോകുന്ന വഴികളെല്ലാം ഓരോ ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ബോർഡുകളിലൊക്കെയും ഇവിടുത്തെ ചരിത്രങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് അമ്മിനിക്കാട്. ഈ അമ്മിനിക്കാട് എന്ന പ്രദേശം എങ്ങനെ ഉണ്ടായതാണ് ഈ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ഇതിൽ ബോർഡിൽ എഴുതിയിട്ടുള്ളത് ഈ ഒരു സ്ഥലത്ത് 5 മുനിമാർ തപസ്സിരുന്നു. അങ്ങനെ ഇതിന് 5 മുനിക്കാട് എന്നാണ് ആദ്യത്തെ പേര്. പിന്നീട് അത് വിളിച്ച് ഐമുനിക്കാട് എന്നും ഐമുനിക്കാടിനെ അമ്മിനിക്കാട് എന്നുമാണ് ഇപ്പോൾ വിളിക്കുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് അമ്മിനിക്കാട് എന്ന പേരെത്തിയത്. ഇതൊരു ഇക്കോ ടൂറിസം പദ്ധതി ആയതിനാൽ തന്നെ ഇങ്ങോട്ട് വാഹനങ്ങളും മറ്റൊന്നും പ്രവേശിക്കുന്നില്ല. നമ്മൾ കാൽനടയായി ട്രക്ക് ചെയ്ത് വേണം ഇതിൻ്റെ മുകളിൽ പോകാൻ. അപ്പോൾ കാൽനടയായി ട്രക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയിട്ടുള്ള കിടിലൻ സ്പോട്ടാണ്. അത്യാവശ്യം ദൂരം നടക്കാനുണ്ട്. പിന്നെ എല്ലാ ഏരിയകളിലും ഓരോ വ്യൂ പോയിന്റുകളുണ്ട്. പിന്നെ വിശ്രമിക്കാനായിട്ട് എല്ലായിടത്തും ഓരോ ഇരിപ്പിടങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുള്ളത് വേനൽക്കാലങ്ങളിൽ ഇവിടെ നിന്ന് പൊന്നാനിയിലെ തിരമാലകൾ വരെ കാണുന്നു. പൊന്നാനി കടപ്പുറത്തെ തിരമാലകൾ വരെ കാണാമെന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ മഴക്കാലമായതിനാൽ മഞ്ഞും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ ഒരു വ്യത്യാസം കാരണം ഒന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതിനാൽ വന്യജീവി വകുപ്പ് പ്രകാരം നമ്മൾ അതിക്രമിച്ച് കയറുന്നത് ശിക്ഷാർഹമാണ്. അപ്പോൾ അവർ നമുക്ക് ഒരുക്കിയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിനപ്പുറം കടന്നു കഴിഞ്ഞാൽ പിഴ അടക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക.
അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. ഏറ്റവും മുകളിലാണ് ഈ ഒരു വാച്ച് ടവർ ഉള്ളത്. ഈ ഒരു വാച്ച് ടവറിൽ നിന്ന് നമുക്ക് 360 ഡിഗ്രി നമുക്ക് കാഴ്ചകൾ കാണാൻ കഴിയും. കേരളത്തിലെ 360 ഡിഗ്രിയിൽ കാണാൻ പറ്റുന്ന കുറച്ചിടങ്ങൾ മാത്രമേ ഉള്ളൂ. അത്തരത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഒരു കൊടികുത്തിമല. ഇതാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. 360 വ്യൂ ആണ്. അതുപോലെ തന്നെ ഈ കൊടികുത്തിമല എന്ന് പേര് വരാൻ കാരണം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭൂസർവേയുടെ ഭാഗമായി ഏറ്റവും ഉയരമേറിയ ഭാഗത്ത് കൊടി നാട്ടിയതിനാലാണ് ഇതിന് കൊടികുത്തിമല എന്നുള്ളൊരു പേര് വന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1770 അടി ഉയരത്തിലാണ് ഈ ഒരു കൊടികുത്തിമല സ്ഥിതി ചെയ്യുന്നത്. കുറച്ചു നേരം അവിടെ ചിലവഴിച്ച് ഞങ്ങൾ വീണ്ടും താഴേക്കിറങ്ങി. കാരണം മഴക്കാലമാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അക്കാരണത്താൽ ഞങ്ങൾ പെട്ടെന്ന് താഴേക്കിറങ്ങി. അങ്ങനെ ഞങ്ങൾ ട്രക്കിങ് കഴിഞ്ഞ് ഇറങ്ങി. ഇത് കാര്യമായിട്ടൊന്നുമില്ല, ഇവിടെ ജസ്റ്റ് ട്രക്കിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്. അതുപോലെ തന്നെ പൊല്യൂഷനൊന്നും ഇല്ലാത്ത നല്ല വായു ശ്വസിക്കുക, ഇത്രതൊക്കെ തന്നെ, അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. അതാണ് കൊടികുത്തിമല.